ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ബാക്ക് ടു സ്കൂൾ സ്റ്റേഷനറി ഹോളാണ് കാണിക്കാനിരിക്കുന്നത്. ഞാൻ വാങ്ങിയ ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ഐറ്റംസ് എല്ലാം ഈ വീഡിയോയിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് ബുക്സ് ആണ്. ഞാനിപ്പോൾ 9th അതുകൊണ്ട് കുറേ പഠിക്കാനുണ്ട്. എനിക്കാണെങ്കിൽ 10 സബ്ജക്ട്സ് ഉണ്ട് എങ്ങാണ്ടുണ്ട്. അപ്പോൾ കുറച്ച് ബുക്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. കുറച്ച് അധികമുണ്ട്. ബാക്കിൽ കാണുന്ന ബുക്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ പഠിപ്പിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നോട്ട്സിലാണ് എഴുതിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് ബുക്ക് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലിയ ബുക്ക് എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ എനിക്ക് നോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് 2 ഫയലാണ് ഉള്ളത് കേട്ടോ. ഫയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മേടിച്ചത് A4 ഷീറ്റാണ്. ഈ ഒരു A4 ഷീറ്റ് എന്ന് പറയുന്നത് 100 A4 ഷീറ്റ് ഉണ്ട്. ഇതിന് കറക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 150 റുപ്പീസാണ്. ബട്ട് എനിക്ക് 100 രൂപക്കാണ് ഈ ഒരു A4 ഷീറ്റ് കിട്ടിയത്. 100 രൂപക്ക് 100 A4 ഷീറ്റ് ലാഭമൊക്കെ തന്നെയാണ്. ഈ ഒരു A4 ഷീറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറിലാണ് ഇവർ തന്നയക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചത് ജോമെട്രി ബോക്സ് ആണ്. ഈ ഒരു ബോക്സ് 9th ആവശ്യമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ആവശ്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് 4 മേടിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയുടെ ലൈറ്റ് ഓഫായി പോയി. അപ്പോൾ വീഡിയോ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ മേടിച്ചത് നെയിം സ്ലിപ്സ് ആണ്. ഇത് എനിക്ക് പടങ്ങളൊന്നും ഇല്ലാത്ത നെയിം സ്ലിപ്പാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ മേടിച്ചത് മാർക്കർ പെന്നാണ്. ഇത് 12 കളർ വരുന്ന മാർക്കർ സെറ്റാണ് കേട്ടോ. ഇതിന് 160 റുപ്പീസ് എങ്ങാണ്ടാണ് ആയത്. 160 റുപ്പീസിന് ഇത് ലാഭമാണ്, വെർത്താണ്. ഇത് മേടിച്ച് കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ തനി സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു കളറും മര്യാദക്ക് തെളിയുന്നില്ല. അത് ഏത് കളറാ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക്. അത് തെളിയുന്നില്ല. അപ്പോൾ ഈ ഒരു മാർക്കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഫ്രണ്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ മാർക്കറും വലിയ മാർക്കറാണ് ഉള്ളത്. പിന്നെ പെൻസിലാണ് മേടിച്ചത്. ഈ ഒരു പെൻസിൽ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് ഞാൻ ഈ പെൻസിൽ വേസ്റ്റ് ആക്കത്തില്ല, ഞാൻ സൂക്ഷിച്ച് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പെൻസിലാണെങ്കിൽ ബാക്കിൽ റബ്ബറൊക്കെ വരുന്ന ഒരു ടൈപ്പ് പെൻസിലാണ്. പിന്നെ ഞാൻ മേടിച്ചത് പേനയാണ്. ഇത് നടരാജിൻ്റെ ബോക്സിലാണ് ഞാൻ ഈ പേന ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു പേന നടരാജല്ല, ഇത് നമ്മുടെ ലെക്സി പേനയാണ്. എനിക്ക് പേന മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇട്ട് വെക്കാൻ ചെപ്പില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബോക്സിലാണ് ഒരു ചെപ്പിനകത്താണ് ഇട്ട് വെച്ചത്. പിന്നെ ഞാൻ മേടിച്ചത് സ്റ്റിക്കി നോട്ടാണ്. ഈ ഒരു സ്റ്റിക്കി നോട്ടിന് 45 രൂപയാണ് ആയത്. 40 രൂപയാണ് ഉള്ളത്. എനിക്ക് 25 രൂപക്കാണ് കിട്ടിയത്. ചിലത് 100 ഷീറ്റ് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സ് ആണുള്ളത്. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഒരു ഡയറി പോലത്തെ കുറച്ച് ബുക്സാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിനാണ് കേട്ടോ മേടിച്ചത്. ഇതിന് 200 രൂപ എങ്ങാണ്ടുമാണ് ആയത്. ഇത് 5 ബുക്സ് എങ്ങാണ്ടുണ്ട്. 5 ഡിസൈനിലാണ് വരുന്നത്. ഈ ബുക്സിൻ്റെ പേജ് എന്ന് പറയുന്നത് 1 ലൈൻ, ഒറ്റ വരെയുള്ള ഇതാണ് കേട്ടോ ഉള്ളത്. ഭയങ്കര ഒരു എസ്തറ്റിക് ഉണ്ട്. പിന്നെ ഞാൻ മേടിച്ചത് ഡബിൾ സൈഡ് ടേപ്പാണ്. ഇത് സ്കൂളിലേക്ക് ആവശ്യം വരുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ സെല്ലോ ടേപ്പും ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഡബിൾ സൈഡ് ടേപ്പും സെല്ലോ ടേപ്പും ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചത് ഒരു പൗച്ചാണ്. ഈ പൗച്ചാണെങ്കിൽ എൻ്റെ യൂണിഫോമിൻ്റെ മെറ്റീരിയൽ ഉള്ള ഒരു പൗച്ചാണ് കേട്ടോ. ഈ ഒരു പൗച്ച് കടയിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ യൂണിഫോമിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ അതെന്തായാലും നല്ലതായി. പിന്നെ മേടിച്ചത് ഹൈലൈറ്ററാണ് മേടിച്ചത്. ഇത് 2 കളേഴ്സാണ് മേടിച്ചത്. കളർഫുൾ എന്ന് പറയുന്നത് ബ്രാൻഡിൻ്റെ. പിന്നെ ഞാൻ മേടിച്ചത് സ്റ്റാപ്ലർ പിന്നാണ്. സ്റ്റാപ്ലർ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഞാൻ പിന്ന് മാത്രമാണ് മേടിച്ചത്. പിന്നെ ഈ ഒരു കളർ പെൻസിൽ എന്ന് പറയുന്ന കളർ പെൻസിലിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെ കളർ പെൻസിൽ, അതാണ് ഞാൻ മേടിച്ചത്. ഇത് 12 കളേഴ്സ് എങ്ങാണ്ടും ഉണ്ട്. പിന്നെ ഈ ഒരു ബോക്സിനകത്തുള്ളത് സ്റ്റേഷനറി ക്ലിപ്സ് ആൻഡ് പിൻസ് ആണ്. ഇത് നമ്മുടെ സ്റ്റാപ്ലറൊക്കെ പിൻ ചെയ്യുമല്ലോ, അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലിപ്പാണിത്. ഇത് നമ്മുടെ ബുക്കിൽ ഇതുപോലെ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒരു ക്ലിപ്പ് എടുക്കും, ബുക്ക് എടുക്കും, എന്നിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മുറുകിയിരുന്നോളൂ കേട്ടോ. അത് പെട്ടെന്നൊന്നും പോവത്തില്ല. പിന്നെ ഈ ഒരു ചെപ്പിനകത്തുള്ളത് ഇറേസറും ഷാർപ്നറും ആണുള്ളത്. ഇത് ഫ്രൂട്ട്സിൻ്റെ ഇറേസർ, ഷാർപ്നർ അങ്ങനത്തെ ഉള്ളത് കേട്ടോ ഉള്ളത്.
ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ഞാനിത് സൂക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല, കാരണം അത്രക്ക് ക്യൂട്ടാണ് ഈ ഒരു റേസറൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു കുട്ടി ഓർഗനൈസറാണ് മേടിച്ചത്. ഇത് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കാനാണ് മേടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നാളെ കാണാം. ബൈ.